ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് തിളച്ച വെള്ളത്തിലേക്ക് മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു എഗ്ഗിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് നമുക്കിതാ ഇത്ര ഐറ്റംസ് ആദ്യം തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനൊരു 12 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 2 പീസ് ഇഞ്ചി, 3 പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടുക. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് അതുപോലെ ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ച് മിക്സ് ചെയ്തേക്കണം. അപ്പോൾ മുട്ടയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു പാനോ കടായോ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മുട്ടയൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട, മുട്ടയൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കരുത്. ഇത് അങ്ങനെ തന്നെ ഒരു മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കരുത്, അങ്ങനെ തന്നെ ഒന്ന് വെന്ത് വരട്ടെ. ഇതിപ്പോൾ ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്കിത് 1 മിനിറ്റ് കൂടിയും ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ കണ്ടോ, അത്യാവശ്യം ഒന്ന് വറ്റിയിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഫ്ലെയിമെല്ലാം ഒന്ന് ഓഫാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അതുപോലെ ഒരു സ്റ്റെയിനറിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു വെള്ളം നമ്മൾ കളയേണ്ടതില്ല. അത് നമുക്ക് മുട്ട തയ്യാറാക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ അത് കടായിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അതുപോലെ 2 സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതാക്കി വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവോള ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തേക്കണം. സവോള നന്നായിട്ട് വഴറ്റി നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവോളയിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസുള്ള തക്കാളിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തേക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളിയിൽ നന്നായിട്ട് തന്നെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് തന്നെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ട് തന്നെ പൊടികളിലെ പച്ചമണമെല്ലാം മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുട്ട വേവിച്ചെടുത്ത സമയത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കണത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ മുട്ട വേവിച്ചെടുത്ത വെള്ളം ഒരല്പം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയിലേക്ക് മസാലയിൽ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടാനായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുട്ടയിൽ നോക്കി നന്നായിട്ട് തന്നെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് തക്കാളിയിലെ പുളിയൊന്ന് ബാലൻസ് ആവാനായിട്ട് ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്